കണിക്കാഴ്ചയൊരുക്കി വിഷുവിനെ വരവേറ്റ് പ്രവാസികളും. നാട്ടോർമ്മയുടെ ഗ്രഹാതുരതയോടെയാണ് പ്രവാസത്തിലും ഓരോ മലയാളിയും വിഷു ആഘോഷിച്ചത്. വിഷു പുലരിയിൽ പുലർച്ചെ കണി കണ്ട് കൈനീട്ടം സ്വീകരിച്ച് സദ്യയൊരുക്കി തനത് രീതിയിൽ തന്നെയായിരുന്നു ഗൾഫ് നാടുകളിലെയും വിഷു. നാട്ടോർമ്മയിൽ ഗൃഹാതുരതയോടെ ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളെല്ലാം വിഷു ആഘോഷിച്ചു. കണികണ്ടും കൈനീട്ടം നൽകിയുമെല്ലാം വിഷു ആഘോഷം കെങ്കേമമാക്കി. വേഷത്തിലും ഭക്ഷണത്തിലും തനി മലയാളികളാവുകയായിരുന്നു പ്രവാസികൾ. പ്രവൃത്തി ദിനമായിട്ടും UAE പ്രവാസി മലയാളികൾ വിഷുവിനെ ആഘോഷപൂർവ്വം വരവേറ്റു. വിഷു കെങ്കേമമാക്കാൻ ഫ്ളാറ്റുകളിലും വില്ലകളിലും സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒത്തുകൂടി. സംബന്ധിച്ച് ഇവിടെ എല്ലാവിധ കൾച്ചേഴ്സിനെയും മിക്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ 25ാമത്തെ 25 ഇയേഴ്സായി ഈ UAE ലൈഫിൽ. അതിനകത്ത് നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥാപനം, ഇവിടുത്തെ ഭരണം എല്ലാം നമുക്ക് വേണ്ടി ഫ്ലെക്സിബിളാണ്. പ്രത്യേകിച്ചും വിഷു ആയാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും ഈദ് ആയാലും നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇന്ന് വരാൻ കുറച്ച് പേർക്ക് സാധിച്ചു. ഞങ്ങൾ കുറച്ച് പേര് ലീവ് എടുത്തു. അങ്ങനെ ഇന്ന് ഇപ്പം അമ്മ ഇവിടെ ഉണ്ട്, വൈഫിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ കസിൻസും എൻ്റെ അനിയനും എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരോടും ചേർന്ന് ആയിട്ടുള്ള ഒരു സന്തോഷം നിറഞ്ഞൊരു വിഷു ദൈവം നമുക്ക് തന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാട്ടിലെ പോലെ തന്നെ നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ട് നമുക്ക് വിഷു ആഘോഷിക്കാൻ സാധിക്കും. വിദേശത്താണെങ്കിലും ആഘോഷങ്ങളും ആചാരങ്ങളും മുടക്കമില്ലാതെ അനുഷ്ഠിക്കാറുണ്ട് മലയാളികൾ. രാവിലെ കണി കണ്ട് മുതിർന്നവരിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ച് പരമ്പരാഗത രീതിയിൽ തന്നെ വിഷു ആഘോഷത്തിന് തുടക്കം കുറിച്ചു. കണി ഒരുക്കേണ്ട സാധനങ്ങളെല്ലാം നാട്ടിൽ നിന്നും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിൽ എത്തിയതിനാൽ മനോഹരമായ കണി ഒരുക്കാൻ പ്രവാസികൾക്ക് സാധിച്ചു. വാരാന്ത്യം മുഴുവൻ നീണ്ട ഒരുക്കങ്ങൾക്കൊടുവിൽ പ്രവാസികളും വിഷു പുലരിയിൽ കണ്ണനെ കണി കണ്ടുണർന്നു. ഇവിടുത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടുള്ള സന്തോഷകരമായ ഒരു ആഘോഷമാണ് ഇവിടെ കാണുന്നത്. നമുക്കും അതിൽ പങ്കുചേരാൻ ഈ ഒരു യാത്ര, ഈ ഒരു വരവ് നമ്മളെയും സഹായിച്ചു. അപ്പോൾ അതിൽ നമുക്കും വലിയ അതിയായ സന്തോഷമുണ്ട്. അവിടെ നമ്മുടെ നാട്ടിൽ എങ്ങനെ മുതിർന്നവരെ അല്ലെങ്കിൽ മുതിർന്നവരുടെ നിന്ന് കൈനീട്ടം വാങ്ങുന്നു, അവിടെയും ആഗ്രഹവും മുതിർന്നവരും അതിനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ എപ്പോഴും നാട്ടിലെ അതേ പ്രതീതിയോടുകൂടി ഇവർ വിദേശത്ത് ജീവിക്കുന്നു എന്നുള്ളതിൽ നാട്ടിൽ കിടക്കുന്ന പേരൻസ്, രക്ഷിതാക്കളായ ഞങ്ങൾക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കണിക്കൊന്നയും കണിവളരിയും തൂശനിലയുമെല്ലാം കടൽക്കടന്നെത്തുമ്പോൾ എന്തിന് ആഘോഷങ്ങളുടെ പൊലിമ കുറയ്ക്കണം? തൂശനില തൊട്ട് പച്ചക്കറികൾ വരെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാനും ടെൻഷൻ ഉണ്ടായില്ല. കുത്തിരിച്ചോറും പലകൂട്ടം കറികളും പാൽപ്പായസവും ചേർന്ന വിഷുസദ്യയും കൂടി ആയതോടെ ആഘോഷങ്ങൾക്ക് പൂർണ്ണത. നാട്ടിലെ കൂട്ട എല്ലാ പച്ചക്കറികളും കിട്ടുന്നുണ്ട്. വിഷു ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. നാട്ടിലെ കൂട്ട് തന്നെ അതിനേക്കായി നല്ല രീതിയിലാണ് ഇവിടുത്തെ വിഷു ആഘോഷം. നാട്ടിലാണെങ്കിൽ നമ്മൾ കണിയെന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം, ആഘോഷവും അതാണ്. പക്ഷേ ഇവിടെയാണ് അതിൽ കൂടുതൽ സദ്യയൊക്കെ
നല്ല രീതിയിൽ സദ്യയും ഒരുക്കങ്ങളും നാട്ടിലേക്കായി കൂട്ടായ്മയാണ് ഇവിടെ. എല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി സദ്യ ഒരുക്കി. ഇത് എനിക്ക് തോന്നുന്നത് നാട്ടിലേക്കായി ഒരു സന്തോഷമുള്ള ഒരു ഒരുക്കം ഇവിടെയാണെന്നാണ്. ഞാനിപ്പോൾ 2 വർഷം കൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് അവർക്ക് അത് കൂടുതലായിട്ട് ഞങ്ങൾ 10-17 വർഷം കൊണ്ട് ഇവിടെ ആയതുകൊണ്ട് കൂടുതൽ തോന്നിക്കുന്നത്. ഇവിടുത്തെ എനിക്ക് അതെ നാട്ടിലേക്കായി അതിനേക്കായി നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് ഇവിടെയാണ്. ഉത്സവങ്ങളെ മഹോത്സവങ്ങളായി മാറ്റുന്ന മാജിക് പ്രവാസിയുടെ കയ്യിൽ എന്നുമുണ്ട്. നാട്ടിലെ പോലെയോ അതിനേക്കാളേറെയോ കെങ്കേമമായി വിഷു ആഘോഷിക്കാനായതിന്റെ സന്തോഷത്തിലായിരുന്നു ഏവരും. ഇപ്പോൾ 6th ഇയർ ആണ് ഇവിടെ. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഞാൻ ബാച്ചിലർ ലൈഫ് ആയിരുന്നപ്പോഴും ഫാമിലിയായിട്ട് ഇവിടെ ജീവിക്കുമ്പോഴെല്ലാം ഞങ്ങൾ നമ്മുടെ ഒരു കുടുംബ വീട് അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ ഞങ്ങൾ വിഷു ആഘോഷിക്കാറുള്ളത്. നാട്ടിൽ വിഷു മിസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളൊരു കൂട്ടായ്മയായിട്ടാണ് ഫ്രണ്ട്സ്, ഫാമിലി, കസിൻസ് എല്ലാവരും കൂടെ. അപ്പം ആ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ആ വിഷു മിസ്സാവാറുമില്ല. അത് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പച്ചക്കറികളും കൊന്നപ്പൂവും റെഡിമെയ്ഡ് വിഷുക്കണിയും പായസക്കിറ്റുകളുമായി ഹൈപ്പർ മാർക്കറ്റുകളും ഗ്രോസറികളും സജീവമായിരുന്നു. നിരവധി മലയാളികളാണ് സാധനങ്ങൾ വാങ്ങാൻ ഹൈപ്പർ മാർക്കറ്റുകളിൽ എത്തിയത്. എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് ഒരു കുറവും നാട്ടിലുള്ളത് ഇവിടെ ഇല്ല എന്നുള്ള ഒരു പ്രശ്നമില്ല. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഒന്നിനുമില്ല. പൂക്കളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം സെയിം അതേ ക്വാളിറ്റി നമുക്ക് എല്ലാം കിട്ടുന്നില്ല. അതിലും ബെറ്റർ ക്വാളിറ്റി കിട്ടും. കണിക്കൊന്നയും കണിവളരെയും ചക്കയും തൂശനിലയും മുതൽ കൈത്തറിയുടെയും പവർലൂമിന്റെയും സ്വർണ്ണവെള്ളി കസവുള്ള മുണ്ടുകളും സാരികളും ചുരിദാറുകളുമെല്ലാം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടിൽ നിന്നും എത്തിയിരുന്നു. വിഷുവിനോടനുബന്ധിച്ച് പായസമേള അടക്കമുള്ള വിവിധ പരിപാടികളും അരങ്ങേറി. എല്ലാ സാധനമുണ്ട്. ശരിക്കും വിഷു ഇവിടെയാണ്. നാട്ടിലൊക്കെ കൊന്നപ്പോ ഒന്നും കിട്ടാനില്ല എന്ന് പറയുന്നു മഴ കാരണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. എല്ലാവരും തിരക്കുണ്ടല്ലേ. നാട്ടിലെക്കാളും വിഷു ഇവിടെ കൂടുതൽ ആഘോഷിക്കുന്നത്. അത് തന്നെ സംഭവം. നാട്ടിലുള്ളവരും മറന്നുകൊണ്ടിരിക്കുക, നമ്മളെല്ലാം ഓർത്തുകൊണ്ടിരിക്കാതെ. ഗൾഫ് നാടിനെ മലയാളക്കരെ ആക്കിയായിരുന്നു പ്രവാസികളുടെ വിഷു ആഘോഷം.